നമസ്കാരം, ഋഷിഭക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം. ഇന്നൊരു മന്ത്രമാണ് പരിചയപ്പെടുത്തുന്നത്. എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാകുക എന്നുള്ളത് എല്ലാവരുടെയും ജീവിത ലക്ഷ്യമാണ്. ഐശ്വര്യമില്ലാതെ എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നിറഞ്ഞ ജീവിതം മനുഷ്യർക്ക് വിഷമകരമാണ്. അതുകൊണ്ട് തന്നെ ഐശ്വര്യം ഉണ്ടാകുക എന്നുള്ളത് ഏവരുടെയും ആഗ്രഹമാണ്. ഐശ്വര്യം ഉണ്ടാകുന്നതിന് ഏവർക്കും ലളിതമായിട്ട് ഗുരു ഉപദേശം പോലും ഇല്ലാതെ ജപിക്കാവുന്ന ഒരു ശ്ലോകത്തെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നിത്യം ഈ ഒരൊറ്റ ശ്ലോകം ജപിച്ചാൽ മാത്രം മതി, എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാകുന്നതാണ്. വിശ്വസിച്ച് ജപിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകും. ധനധാന്യ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകും. ജീവിതത്തിൽ ശാന്തിയും സമാധാനവും ഒക്കെ പുലരുന്നതാണ്. നമുക്ക് ഇന്ന് ആ മന്ത്രമാണ് പരിചയപ്പെടേണ്ടത്. മന്ത്രത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. വളരെ ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ അവസാനം വരെ കാണുക. നമുക്ക് മന്ത്രത്തെ പരിചയപ്പെടാം. ആദിപൂജ്യായ ദേവായ ദന്തമോദകധാരിണേ വല്ലഭ പ്രാണകാന്തായ ശ്രീ ഗണേശായ മംഗളം. 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 നമുക്കിനി ഈ മന്ത്രത്തിന്റെ അർത്ഥം കൂടി ഒന്ന് പരിശോധിക്കാം. ആദ്യം പൂജിക്കപ്പെടുന്ന ആദ്യന്ത പൊരുളെ ഒടിഞ്ഞ ദന്തവും മോദകവും കയ്യിൽ വെച്ചിട്ടുള്ള ഗണേശ ഭഗവാനെ, വല്ലഭയുടെ പ്രാണനാഥയായിട്ടുള്ള ഭഗവാനെ, ഇങ്ങനെയെല്ലാമുള്ള ഗണപതി ഭഗവാനെ, ഞങ്ങൾക്ക് എല്ലാ വിധത്തിലുമുള്ള ഐശ്വര്യങ്ങൾ ഏകി അനുഗ്രഹിക്കണമേ എന്നാണ് പ്രാർത്ഥനയുടെ അർത്ഥം. ഗുരു ഉപദേശം പോലും ആവശ്യമില്ലാതെ ഏവർക്കും നിത്യം ജപിക്കാവുന്ന ഗണേശ മന്ത്രമാണ് ഇത്. ഈ മന്ത്രം നിത്യം ഒരു പ്രാവശ്യം ജപിക്കുകയാണെങ്കിൽ അതിന്റെ ഫലം തീർച്ചയായിട്ടും ഉണ്ടാകും. വിശ്വസിച്ച് ജപിക്കുന്നവർക്ക് ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും സമാധാനവും സമ്പത്തും എല്ലാ വിധത്തിലും ഉണ്ടാകും എന്ന് ഉറപ്പു പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും ഈ അറിവ് നൽകുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.